കുറച്ച് കൂടുതൽ വേണമെന്നൊക്കെ പറയാറുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ഇന്ററപ്റ്റ് ചെയ്യണം, സോറി. ഈ സിംഗ് സൗണ്ട് എന്ന് പറയും, നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ തന്നെ ഈ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിൽ അഗ്രഗണ്യനാണ്. ഇദ്ദേഹത്തിനെ വെല്ലാൻ ആരും ഇന്ന് ഇന്ത്യയിലില്ല. അപ്പൊ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്, ഞാൻ ഇല്ലാത്ത ഷൂട്ടിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ കേട്ട കഥയാണ്. ആ ഷൂട്ടിങ്ങിന് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും സൈലന്റ് ആവും. ഇന്ത്യക്ക് വെളിയിൽ 4-5 സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അവര് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സൈലന്റ് ആവും. അപ്പം അത് വളരെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മുടെ നാട്ടിലെ സൈലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഇത് സ്ഥിരമായിട്ട് നടക്കും. അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം സൈലൻസ് പറയണം, എന്നാൽ മാത്രമേ സൈലന്റ് ആവുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം എല്ലാവരും സൈലന്റ് ആയി. ഇദ്ദേഹം മാസ്റ്റർ ഓഫ് ദ എന്താ പറയുക, ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ മാസ്റ്ററായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് ആ കൺസോളിന് പുറകിരിക്കുകയാണ്. സൈലൻസ് ആവുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല, ഒരു ശബ്ദം എവിടുന്നോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ എല്ലാവരും സൈലന്റാ. പക്ഷെ എന്നിട്ട് പറഞ്ഞു, നോ, എവിടെ ഒരു സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നേരം നോക്കിയപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഒരു കാറിനകത്ത് ഒരുത്തൻ ഗ്ലാസ് ഇട്ടിട്ട് ആ കാറിനകത്തിരുന്നിട്ട് അവന്റെ കാമുകിനെ സംസാരിക്കുക. അത് 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഹെഡ്ഫോണിൽ കൂടെ കേട്ടു. അദ്ദേഹത്തിന്റെ സിസ്റ്റവും അദ്ദേഹത്തിന്റെ ഒരു കഴിവും അത് ദാറ്റ് ഈസ് അൺപാരലൽ. അതിന് വേറെ ചോദ്യങ്ങളില്ല. നമ്മുടെ നാട്ടില് വെളിയിൽ കാണുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ വെളിയിലും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയത്. അത് ഹാറ്റ്സ് ഓഫ്. ഇത് എന്റെ അടുത്ത് പറഞ്ഞോണ്ട് എന്തോന്ന് സിസ്റ്റമിടെ അദ്ദേഹം യൂസ് ചെയ്ത, എന്തോന്നൊരു കഴിവിട അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ് ആ പടത്തിൽ വർക്ക് ചെയ്ത ഒരാളെ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു. കാര്യം നമ്മുടെ നാടിന്റെ അഭിമാനമാണ്, നമ്മുടെ നാടിന്റെ അഭിമാനം. ആ അഭിമാനം ഈ പറഞ്ഞതുപോലെ മാർവാനിസിന്റെ ഒരാളിന്റെ ഫ്രണ്ടിൽ വിറച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ്